ഈ വീഡിയോയിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഒരു സ്റ്റാൻഡ് സ്ഥാപിച്ചിട്ടുള്ള അമീർ അണ്ണനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. ഞങ്ങളുടെ ചാനലിൽ പുതുതായി വരുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ പായസം. ഇതാണ് നമുക്ക് എല്ലാ ദിവസവും ഇരട്ട് പായസമാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പായസം എന്താണെന്ന് തോന്നുന്നത് ഈ കടന്ന് ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താ പായസം? ഇന്ന് മത്തങ്ങ പായസം, പാലട പായസം. പാലടി മത്തങ്ങ പായസം അത് പാലടയാണത്. മത്തങ്ങ നമുക്ക് ഇന്നത്തെ മത്തങ്ങയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ പാലടയിലെ കൊടുക്കുന്നത്, ഇന്ന് മത്തങ്ങയിലെ ഇതാണ് മത്തങ്ങയുടെ. ഇത് 1/2 ലിറ്ററാണ്. ഇത് 1/2 ലിറ്റർ നമുക്കിപ്പോൾ പാർസൽ വാങ്ങിച്ചിട്ട് പോവാം. ഇങ്ങനെ പാർസലും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് കുടിക്കുന്നത് ഇത് 20 രൂപയാണ്. ഇതൊരു ഗ്ലാസ് 20 രൂപയാണ്. 20. മറ്റേ പാർസലോ ഈ പാർസൽ എത്രയാണ്? പാർസൽ 90-ന്റെ 160-ന്റെ. ഇത് ഇത്ര വലിയ ലിറ്റർ. ഇത് 1 ലിറ്റർ. ഇത് 1/2 ലിറ്ററാണ്. ഇത് 90-ന്റെ ആണ്. ഓക്കെ. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ആണ്. ഇത് നമുക്ക് 160 കുടിക്കാണ്. ടേസ്റ്റ് ഉണ്ട് നമുക്ക് പറയാം. ടേസ്റ്റ് അടിപൊളി. ഇതുപോലെ കണ്ടിട്ടുണ്ടോ മത്തങ്ങ പായസം? നമ്മുടെ വീട്ടിലേക്ക് വെച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ സാധാരണ പായസം നമ്മുടെ ഗോതമ്പട്ടി വെക്കാറ്. പിന്നെ നമ്മളുള്ളത് പായസം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പെരുമ്പാവൂർ വരിക, പെട്രോൾ നമ്മുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ കടക്കട. അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുക. എല്ലാവരും യാത്രക്കാരെല്ലാവരും സഞ്ചരിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വരുന്ന ആൾക്കാർ ഓരോന്ന് കുടിക്കുക. 20 രൂപയുടെ ഉള്ളൂ. ഒരു ചായ കുടിക്കുന്ന അതേ പൈസയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഗ്ലാസ് പായസം കുടിക്കുക. എല്ലാവരും വരിക. ഓക്കെ ഓക്കെ. ഒരു ദിവസം 2 പൈസ ആയിരിക്കും, ചിലപ്പോൾ 4 പൈസ ഉണ്ടാവും, ചിലപ്പോൾ 3 പൈസ ഉണ്ടാവും. കാരണം ആദ്യത്തെ ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സേമിയ പായസം, ഗോതമ്പ് പായസം, അല്ലെങ്കിൽ പരിപ്പ് പായസം, ഇല്ലെങ്കിൽ മത്തങ്ങ പായസം, സേമിയ പായസം, ഇല്ലെങ്കിൽ ക്യാരറ്റ് പായസം, പാലട പായസം, അതും അല്ലെങ്കിൽ ഈന്തപ്പഴം, മുളയരി, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പൈനാപ്പിൾ, അങ്ങനെ പോകും. അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ്. മുളയരി പായസത്തിന് മാത്രമാണ് അല്പം വില കൂടുതൽ. കാരണം എപ്പോഴും കിട്ടുന്ന സാധനമല്ല, ആയുർവേദ ഔഷധഗുണമുള്ളൊരു സാധനം കൂടിയാണ് ഈ മുളയരി പായസം. ഇത് വൈകിട്ട് 6 മണി കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരുണ്ട് ഇവിടെ, പല ആളുകളും കൂലിപ്പണിക്കാരാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ആ ടൈമിംഗ് അനുസരിച്ചാണ് നമ്മൾ ഇവിടെ വരുന്നത്. ചിലപ്പോൾ 10 മണി 10:30 വരെയും ഇവിടെ ഉണ്ടാവും. ഇത് തീർന്ന അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ സ്ഥലം എന്ന് പറഞ്ഞാൽ നെല്ലിക്കുഴിയാണ്, കോർമംഗലം നെല്ലിക്കുഴി. എൻ്റെ പേര് അമീർ. മൊബൈൽ നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ 95 62 98 78 26. പാർസൽ സൗകര്യമുണ്ട്. പിന്നെ ഓർഡറുകൾ നമ്മൾ അത് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അവർ വിളിച്ച് പറയാൻ എവിടെയാണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ കഴിവതും 1 ലിറ്റർ 2 ലിറ്റർ ഒഴിവാക്കി അല്പം കൂടുതലാക്കി കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമാവും. കാരണം അത് പാചകം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വേണമല്ലോ, അതിൻ്റെ അനുസരിച്ച്. ഓക്കെ.
അപ്പൊ നമ്മളിപ്പോ ഇവിടെ മാത്രം കച്ചവടത്തിന് മാത്രമാണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ആ ഓർഡർ അനുസരിച്ച് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കും? ബൾക്കായിട്ട് നമ്മൾ ചെയ്തും കൊടുക്കും. പക്ഷെ നമ്മുടെ കച്ചവടം കളയില്ല. അത് ഇപ്പൊ വൈകുന്നേരമാണ് നമ്മൾ വരുന്നതെങ്കിൽ അവർക്ക് വൈകുന്നേരം മതിയെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും. തുടങ്ങിയിട്ട് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? ഇപ്പൊ വർഷങ്ങളാണോ മാസങ്ങളാണോ? ഇപ്പൊ ഒരു 10 വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പറഞ്ഞ മാതിരി ഞാൻ കാണുന്നത് ഒരു 10 വർഷം ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിന് മുകളിലായെങ്കിലും ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അന്നും ഇന്നും ഈ ഒരു വിലയിലാണ് ഞാൻ പോകുന്നത്. അന്നത്തെ വില തന്നെയാണ് 20 രൂപ. അതിലൊരു മാറ്റം വന്നിട്ടില്ല. ഇവിടെ എല്ലാവരും സാധാരണക്കാരാണ്. ആ സാധാരണക്കാരെ ഉദ്ദേശം മാത്രമാണ് നമ്മളും. അതുപോലെ തന്നെ ഞാനും ഒരു സാധാരണക്കാരനാണ്. നമ്മുടെ ഒരു ഉപജീവന മാർഗമാണ്. ഒരു 8-9 വർഷം ആയി. കാരണം ഞാൻ 10 വർഷത്തിന് മേലെ ഇവിടെ കടയിൽ വരുന്നുണ്ട്, തയ്ക്കുന്നുണ്ട്. പക്ഷെ പോകുമ്പോൾ വരെ നമ്മൾ പാസിങ്ങിനായിട്ട് പോകും. പക്ഷെ ഞാനിവിടെ ഒന്ന് പായസം കുറിച്ച് തുടങ്ങിയത് ഇതുവരെ 20 രൂപയാണ് ഒരു ഗ്ലാസ്. 20 രൂപ. അന്നും ശരി ഇന്നും ശരി 20 രൂപയാണ് ഗ്ലാസ്. പിന്നെ അന്ന് നമുക്ക് പാർസൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പാർസൽ ഉണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് പാർസൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇവിടെ കുടിച്ചിട്ട് പോകുന്നേ ഉള്ളൂ. പാർസൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പാർസൽ തുടങ്ങി. അപ്പൊ അതിലേക്ക് നല്ലൊരു അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരു നല്ല പായസം ഉണ്ടാക്കണം. നല്ല ഇപ്പോഴത്തെ മനുഷ്യന്മാർക്ക് ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും സമയമില്ല പായസം കുടിക്കാനും നമുക്കൊരു നല്ലൊരു മധുരം വെച്ച് കഴിക്കാനും ഇപ്പം ആർക്കും ഇല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്കൊരു 20 രൂപ കൊടുത്ത് നമുക്കൊരു പായസം കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ നല്ല രീതിയിൽ പായസമുണ്ട്. വിശ്വസിച്ച് നല്ല രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റും. കാരണം നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നു അതേ ടേസ്റ്റാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരും പെരുമ്പാവൂർ വരുന്ന സമയത്ത് പെരുമ്പാവൂർ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. പെട്രോൾ പമ്പിന് ചേർന്നിട്ടാണ് കട. അപ്പോൾ അവിടെ വരിക. അവിടെ വന്നിട്ട് നമുക്ക് ഒരു പായസം കുടിക്കുക. എന്തായാലും ബസ്സിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചായ കുടിക്കാൻ പോയാൽ ചായക്ക് 20 രൂപ കൊടുക്കണം. ചായയും ഒരു കടി കഴിച്ചത് 20 രൂപ, മിനിമം 25 രൂപ. ഇപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ 20 രൂപ കൊണ്ട് ഒരു പായസം കുടിക്കാം. അപ്പോൾ നല്ല രീതിയിൽ വരിക. എന്തായാലും ഇക്കൾക്ക് വേണ്ടി നമുക്കൊരു സഹായം ചെയ്യുക. നമ്മളെപ്പോലെ തന്നെയാണ് ഇക്കയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷമായിട്ട് പായസത്തിൻ്റെ വരുമാനം കൊണ്ടാണ് വീട്ടിൽ കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇക്കൾക്ക് വേണ്ടി നമുക്ക് എപ്പോഴും ഒന്ന് പായസം കുടിക്കുക, ഒന്ന് സഹായിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളും പായസം കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? പായസം കുടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരിക, പായസം കുടിക്കുക, പാർസൽ അയക്കുക. മൊബൈൽ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മൊബൈൽ നമ്പർ അനുസരിച്ച് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് നമുക്ക് പാർസൽ വേണം. അതേപോലെ കല്യാണത്തിനോ അല്ലെങ്കിൽ നമുക്ക് ലോങ് ആയിട്ട് ആരെങ്കിലും പാർസൽ വേണമെങ്കിൽ ഇവിടെ പറയുക. പറഞ്ഞ് നിങ്ങൾക്ക് ഓർഡർ എടുത്ത് കൊടുക്കുക. ആ ഇക്ക അവിടെ തന്നെ എത്തിക്കും. അത് പ്രശ്നമില്ല. പക്ഷേ എല്ലാ ദിവസവും കച്ചവടമുണ്ട്. നമുക്ക് വന്നെടുക്കണമെങ്കിൽ വന്നെടുക്കുക. അതല്ലെങ്കിൽ ഇക്ക പാർസൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും ഇക്കക്ക് വേണ്ടി സഹായിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ദിവസം കാണാം.